രഘുരാമ ആ വാൽപ്പാറയിൽ മരണപ്പെട്ട ആരെങ്കിലും മുൻ പരിചയമുണ്ടോ? അവരുമായി സംസാരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ? എന്തെങ്കിലും സാമ്പത്തിക ഇടപാട്? ഒന്നുമില്ല. പിന്നെന്താണ് ഇത്ര വൈരാഗ്യം? കേരളക്കര ഒന്നാകെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ജീവിതത്തിലും മരണത്തിലും ഒന്നിച്ച് കുറച്ച് ടീച്ചേഴ്സ് മടക്കയാത്രയിലേക്ക് പോയപ്പോൾ കേരളം വിറയലോടുകൂടി ഞെട്ടലോടുകൂടിയാണ് ആ വാർത്ത കണ്ടത്. അതിന്റെ താഴെ വന്നിട്ട് ആ വാർത്ത ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അതിൽ മുസ്ലിമീങ്ങൾ മാത്രമല്ല, നമ്മളിത് പറയൽ പോലും അപക്വമാണ്. മുസ്ലിങ്ങൾ, ഹിന്ദുക്കളെന്ന് മനുഷ്യരാണ്. എന്നാൽ ആ മനുഷ്യരുടെ കൂട്ടത്തിൽ തട്ടമിട്ടവളെ കണ്ടപ്പോഴേക്കും നിനക്ക് മദ്യപ്പുഴയും പൂർലിങ്ങളും പരിഹാസവും ഒക്കെ നിന്റെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ രഘുരാമ, നീ നിരന്തരമായി ഈ കൈകാര്യം ചെയ്യുന്ന വാട്സപ്പ് യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ, ഒരു സമുദായത്തോടും ഒരു സമൂഹത്തോടും ഒക്കെ നിനക്ക് പകയുണ്ടാക്കി തരുന്ന ആ ആശയധാരം നിന്നെ എവിടെ എത്തിച്ചു എന്ന് ആലോചിച്ചാൽ മതി. മൃഗമെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. അതിന്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ പീക്ക് ലെവലിൽ നിന്നുകൊണ്ട് സംസാരിക്കണം. എടാ രഘുരാമ, അവർ മരണപ്പെട്ടത് അവരുടെ കഴിവുകേടും നീ ജീവിച്ചിരിക്കുന്നതും ഞാൻ ജീവിച്ചിരിക്കുന്നതും നമ്മുടെ കഴിവല്ല. എല്ലാ മനുഷ്യർക്കും മരണം ഉണ്ടാകും. ഒരു സമയമുണ്ട്. ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഈ വാക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പും ഒരു പക്ഷേ എന്റെ സമയം അപ്പോഴാണെങ്കിൽ ഞാൻ മടങ്ങിപ്പോകും. എടാ, നമുക്ക് ചെയ്യാൻ ഒറ്റ കാര്യമുള്ളൂ രഘുരാമ, ഒരേ ഒരു കാര്യം. ഇവിടുന്ന് മരണപ്പെട്ടു പോകുമ്പോൾ നമ്മൾ ജീവിച്ചിരുന്നു എന്നതിന് ഒരു പുൽനാമ്പിന്റെ നന്മയെങ്കിലും ഇവിടെ അവശേഷിപ്പിച്ചിട്ട് പോകണം. എടാ, യജമാനന്റെ തുടലിൽ കിടക്കുന്ന നായെങ്കിലും മരണപ്പെടുമ്പം ആ യജമാനൻ അങ്ങനെ ഒരു നായ ഉണ്ടായിരുന്നു എന്ന് ഓർത്തുപോകും. ആ തുടല് കാണുമ്പം, ആ കൂട് കാണുമ്പം നിന്നെയൊക്കെ ആരും ഓർക്കൂടാ. നീയൊക്കെ എത്ര നാളെ മനുഷ്യനായിട്ട് ജീവിച്ചിട്ടുള്ളത്? ഈ നിരന്തരം ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ ഒരു സമൂഹത്തോടുള്ള വൈരാഗ്യ വിദ്വേഷಕ್ಕೆ നീ ഇന്നേ വരെ ഒരു ഭക്ഷണത്തിന്റെ രുചി അറിഞ്ഞിട്ടുണ്ടോ? നീ നേരെ ചൊവ്വേ 2 മിനിറ്റ് സമാധാനത്തെ കക്കൂസ് ചെയ്തിട്ടുണ്ടോ? ഇന്നുവരെ ഇല്ല. എന്തുകൊണ്ടാ? നിന്റെ രാവും പകലും ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ വിദ്വേഷകൾ നിനക്ക് പറഞ്ഞു തരുന്ന ഇത്തരം ആശയത്തിന്റെ പേരിൽ നിന്റെ തലച്ചോറ് പുണ്ണായിട്ട് നീ മറ്റുള്ളവരെ ഓർത്ത് സമാധാനപ്പെടുകയാണ് രഘുരാമ. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ശവമായി ജീവിക്കാതെ മനുഷ്യരെ പോലെ ജീവിക്കുക. ഈ ടീച്ചേഴ്സിനെയൊക്കെ ഓർക്കാൻ ആയിരക്കണക്കിന് കുട്ടികളുണ്ട്, മനുഷ്യരുണ്ട്. അവരടയാളപ്പെടുത്തി പോയ ഒട്ടനവധി നന്മകൾ, സുഹൃതങ്ങൾ ഈ ഭൂമിയിലുണ്ട്. അത് അവരെ ഓർത്തുകൊണ്ടിരിക്കും, അവരെ സ്മരിച്ചുകൊണ്ടിരിക്കും, അവരോരോ മനുഷ്യരുടെ ഹൃദയത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കും. പക്ഷേ രഘുരാമ, നീ പറഞ്ഞ തോന്നിയാസം ഉണ്ടല്ലോ, നീ ചത്താ പോലും മനുഷ്യ ഹൃദയത്തിൽ നിന്നും മാഞ്ഞു പോകത്തില്ല എന്ന് മാത്രമല്ല, നീയൊക്കെ ഇവിടെ ജീവിച്ചിരുന്നു എന്നതിന് ഒരു അടയാളം പോലും ഇല്ലാതെ ഈ ഭൂമിയിൽ നീയൊക്കെ ബാക്കിയാകും. അതുകൊണ്ട് ഇനിയെങ്കിലും നല്ലത് ചിന്തിച്ച്, നല്ലത് പ്രവർത്തിച്ച്, ഈ തിന്മകളിൽ നിന്നും, ഈ വൈരാഗ്യ യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് ജീവിതത്തിൽ ഒരു നിമിഷമെങ്കിലും മനുഷ്യനായി ജീവിച്ച്, കഴിക്കുന്ന മന്തി ഉണ്ടല്ലോ അതിന്റെ രുചി ആസ്വദിച്ച്, കുടിക്കുന്ന വെള്ളത്തിന്റെ ആ രുചി ആസ്വദിച്ച് ഒരു ദിവസമെങ്കിലും അല്ലെങ്കിൽ ഒരു നിമിഷമെങ്കിലും ജീവിക്കടാ. എന്തിനാടാ ഇങ്ങനെ മൃഗമായിട്ട് ജീവിക്കുന്നത്?